കാഞ്ഞങ്ങാട് നഗരസഭയുടെ കടിഞ്ഞാൻ വീണ്ടും ഇടതുമുന്നണിക്ക്. ഒരൊറ്റ സീറ്റിന്റെ പിൻബലത്തിലാണ് ഇത്തവണ LDF നഗരഭരണം സ്വന്തമാക്കിയത്. അതിയാമ്പൂർ വാർഡിൽ നിന്നും വിജയിച്ച VV രമേശൻ ചെയർമാനാകും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ജനസിരാ കേന്ദ്രമായ കാഞ്ഞങ്ങാട് നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് ഫലം ആദ്യാവസാനം പ്രവചനങ്ങൾ അപ്രസക്തമാക്കി. തുടക്കത്തിൽ വ്യക്തമായ മുന്നേറ്റം പ്രകടമാക്കിയ UDF ഇടക്ക് വെച്ച് ഇടതു തേരോട്ടത്തിന് വഴിമാറി. എന്നാൽ അവസാന നിമിഷം വീണ്ടും UDF കുതിച്ചെത്തിയത് കണക്കുകൂട്ടലുകളെയെല്ലാം തകിടം മറിച്ചു. ഒടുവിൽ ഒരൊറ്റ സീറ്റിന്റെ പിൻബലത്തിൽ നഗരഭരണം വീണ്ടും ഇടതുമുന്നണിയുടെ കൈകളിൽ എത്തുകയായിരുന്നു. ആകെയുള്ള 47 വാർഡുകളിൽ സ്വതന്ത്രരടക്കം 21 ഇടതുമുന്നണിയും 20 ഐക്യജനാധിപത്യ മുന്നണിയും 4 ദേശീയ ജനാധിപത്യ മുന്നണിയും വിജയിച്ചു. അവസാന ലാപ്പിലെ ഉദ്യോഗജനകമായ നിമിഷങ്ങൾക്ക് വിരാമമിട്ട് വിജയം വരിച്ചതിനു പിന്നാലെ നഗരത്തിൽ ഇടതുമുന്നണിയുടെ വിജയ വിളംബരവും പ്രകടനങ്ങളും സജീവമായി. ഇതിനിടെ ലീഗ് പ്രവർത്തകരുടെ പ്രകടനവും എത്തിയതോടെ നഗരത്തിൽ അല്പനേരം സംഘർഷവും ഉടലെടുത്തു. ആവേശത്തിന്റെ വാശിയിൽ പരസ്പരം ഏറ്റുമുട്ടിയ ഇരുഭാഗത്തെയും പ്രവർത്തകരെ പിരിച്ചുവിടാനായി ഒടുവിൽ പോലീസിനെ കാര്യമായി തന്നെ ഇടപെടേണ്ടി വന്നു. 7ാം വാർഡായ അതിയാമ്പൂരിൽ നിന്നും വിജയിച്ച VV രമേശനായിരിക്കും നഗരഭരണത്തിന്റെ തേരാളി. കാഞ്ഞങ്ങാട് നഗരസഭ 3ാം വട്ടവും ഇടതുപക്ഷം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തുടർഭരണം 3ാം തവണയും തുടർഭരണം കാഞ്ഞങ്ങാടിനെ ജനം സമ്മാനിച്ചിരിക്കുകയാണ്. ജനം ആഗ്രഹിച്ച ഭരണമായിരിക്കും ഇനി കാഞ്ഞങ്ങാട് നടക്കുന്നത്. ഇത് വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. 4 സീറ്റുകളിൽ ചുരുങ്ങിയത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ BJPയുമായിട്ട് നല്ല ധാരണ ഉണ്ടാക്കി എന്നതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു വർഗീയതയ്ക്ക് എതിരായിട്ടാണ് ജനവിധി വന്നിരിക്കുന്നത്. സൗത്ത് സ്വദേശിയായ VV രമേശൻ ഇത് 2ാം തവണയാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഭരണസാരഥ്യത്തിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.